ബിഗ് ബോസ് ഹൗസിലേക്ക് ഉർവശി വന്നിരിക്കുകയാണ്. ഉർവശിയോടൊപ്പം ഏതെങ്കിലും മത്സരാർത്ഥി മിഡിൽ എവിക്ഷനിലൂടെ എവിക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ പലർക്കുമുള്ള സംശയമായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് ഉർവശി എത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഉർവശി വന്നത് നമുക്കറിയാം. ദിലീപ് ഏട്ടനും അതേപോലെ തന്നെ ജോജു ചേട്ടനും ഒക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് അവരുടെ സിനിമയുടെ പ്രമോഷനുമായിട്ട് വന്നിരുന്നു. എന്നാൽ ഇത്തവണ ഉർവശി അവരുടെ സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത്. ജോജു ചേട്ടൻ വന്ന എപ്പിസോഡും അതേപോലെ തന്നെ ദിലീപ് ഏട്ടൻ വന്ന എപ്പിസോഡും ഒക്കെ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടിയിരുന്നു. അതേപോലെ തന്നെ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഉർവശി വരുമ്പോഴും ആ സ്വീകാര്യത കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ളൊരു സിനിമയുടെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണ് ഉർവശി വന്നത്. എന്നാൽ ഉർവശി ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഒരു മത്സരാർത്ഥി ഉർവശിയുടെ കൂടെ ഒരു മിഡിൽ എവിക്ഷനിലൂടെ എവിക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ പലരുടെയും സംശയം. എന്തായാലും അത്തരം ഒരു എവിക്ഷൻ പ്രക്രിയ നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഒരു മിഡിൽ എവിക്ഷനിലൂടെ ഒരു മത്സരാർത്ഥി പുറത്തു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്നാൽ നിലവിൽ ആരും തന്നെ എവിക്റ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു മിഡിൽ എവിക്ഷൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാൻ കഴിയുമ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മൾ ആ വാർത്ത ഇടുന്നതായിരിക്കും. നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകുക. എന്തായാലും പുതിയ അപ്ഡേറ്റിനായി കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു നേരം ആശംസിക്കുന്നു.